മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ എന്ന് പറഞ്ഞാൽ മരച്ചീനി, ചീനി എന്നൊക്കെ പറയുന്ന ചീനി, ഒരു മൂടി ചീനിയിൽ നിന്നും എങ്ങനെ ഏറ്റവും കൂടുതൽ ചീനിക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നടീൽ രീതിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പഴയ കാലം മുതൽ തന്നെ കേരളത്തിൽ വളരെ അധികം കൃഷി ചെയ്തു വരുന്ന ഒരു ഭക്ഷ്യവിളയാണ് ഈ ചീനി. ആ ചീനി സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കൂടിയാണ്. ഉണക്കക്കപ്പയായിട്ടും അതുപോലെ ഉപ്പേരിക്കപ്പയായിട്ടും ഒക്കെ നമ്മൾ പുരാതന കാലം മുതൽ തന്നെ കേരളത്തിൽ നമ്മൾ കർഷകർ കൃഷി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചീനി വളരെ ഒരു വരുമാന മാർഗ്ഗം കൂടിയായിരുന്നു. ചീനി ഇട്ട് നമ്മൾ അത് വിൽക്കുമായിരുന്നു, ഉണക്കക്കപ്പയായിട്ടൊക്കെ വിൽക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പലവിധ കാരണങ്ങളാൽ കപ്പ കൃഷിയിൽ നിന്നൊക്കെ ആൾക്കാർ പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ കപ്പ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? പഴയ കാലത്ത് 1000 കപ്പ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഉൽപ്പാദനം ഇന്ന് ഒരു 10ഓ 15ഓ മൂടിൽ നിന്നും കിട്ടുന്ന രീതികൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്, നമുക്കതിന് കഴിയുന്നുണ്ട്. അതിൽ ഒരു രീതിയാണ് 4 രീതിയിൽ നമുക്ക് കപ്പ കൃഷി ചെയ്യാം, അത്യുൽപാദന രീതിയിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാം. അതിലെ ഒരു രീതിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരു ഇടാനുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടാണ് നമ്മൾ കപ്പ ഇടുന്നത്. ഇനി നമ്മളിതിന് തടമെടുക്കുക. നമ്മൾ തടം ശരിയാക്കി. ഇനി നമ്മൾ വളം ഇട്ട് ഇതൊന്ന് കൂട്ടി ഇളക്കണം മണ്ണുമായിട്ട്. ഇപ്പം ഇതുപോലെ തന്നെ വൃത്താകൃതിയിലാണ് നമ്മൾ തടം എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടിടുന്നത് കമ്പോസ്റ്റ് വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലുപൊടിയാണ് നമ്മളിടുന്നത്. 1/2 കിലോ എല്ലുപൊടിയാണ് നമ്മളിടുന്നത്. ഇപ്പോഴ് ഇത് രണ്ടും മതി. അപ്പം ഇത് ഇനി ഒന്ന് മിക്സ് ചെയ്യണം, കൂട്ടി ഇളക്കണം. നമ്മുടെ തടം വൃത്തിയായി. തടം നമ്മൾ വൃത്താകൃതിയിൽ വളമൊക്കെ കൂട്ടിയിളക്കി. ഇപ്പോൾ സാമാന്യം വലിയൊരു കൂനയായി. കുറഞ്ഞത് ഇത്രയെങ്കിലും വലുപ്പമുള്ള കൂനയായിരിക്കണം. ഇനി നമുക്ക് നടേണ്ട കമ്പ് കിട്ടി. ഈ ചീനക്കമ്പ് വലിയ ഉത്പാദനമുള്ള ഒരു മാതൃസസ്യത്തിൻ്റെ കമ്പാണ്. അപ്പോൾ ഈ കമ്പാണ് നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കമ്പ് നമ്മൾ ഒക്കെ കത്താൾ കൊണ്ട് വെട്ടുവത്തി കൊണ്ടൊക്കെയാണ് സാധാരണ മുറിച്ചെടുക്കുന്നത്. അതിന് പകരമായിട്ട് ഇതേപോലെയുള്ള ഒരു സാധനം ആക്സിൽ ബ്ലേഡ് എന്നൊക്കെ പറയും, ഇതുകൊണ്ടാണ് നമ്മൾ കമ്പ് മുറിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ ഒന്ന് മുറിക്കാൻ പോവുകയാണ്. കട്ട് ചെയ്തു. നമ്മൾ ആക്സിൽ ബ്ലേഡ് ഉപയോഗിച്ച് ഇത് മുറിച്ചെടുത്തു. എന്നിട്ട് ഈ നീളം നോക്കിയാട്ടോ, ഈ കണ്ണുകൾ നോക്കണം. കണ്ണുകൾ നമുക്ക് നിന്ന് നോക്കാം. ഈ കണ്ണുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 കണ്ണ്. 11 കണ്ണ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ കമ്പ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ആക്സിൽ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ ഈ മുറിച്ച ഈ കമ്പ് നമുക്ക് 2 മുട്ടാണ് മണ്ണിനടിയിൽ വരേണ്ടത്. അപ്പം നമ്മളിപ്പോൾ നടാൻ പോകുന്നത് ആ 2 മുട്ട് മണ്ണിനടിയിൽ വന്നതിന് ശേഷം ഈ 2 കണ്ണ് മണ്ണിനടിയിൽ വരും. അതിനുശേഷം വീണ്ടും 2 കണ്ണൂടെ മണ്ണിനടിയിൽ വരത്തക്ക രീതിയിലുള്ള സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ആവുന്നേ 2 തട്ടായിട്ടുള്ള ചീനി കിഴങ്ങ് നമുക്ക് കിട്ടും. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കണം. ദണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ നല്ല ശക്തിയായിട്ട് ഇങ്ങനെ ഒരു മുറിവുണ്ടാക്കിയെടുക്കുക. നല്ല ശക്തിയായ മുറിവായിരിക്കണം. ദണ്ട് ഇങ്ങനെ ശക്തിയായിട്ട് മുറിവുണ്ടാകുന്നതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദണ്ട് ഈ കറയുണ്ടാവണം. ഇങ്ങനെ കറയുണ്ടാവണം. കറ ഉണ്ടായതിനു ശേഷം ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ മണ്ണിൽ നമ്മൾ കുഴിയെടുക്കണം. അല്ല, ഇത് ഊന്നി വെക്കരുത്. അപ്പോൾ ഈ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇത് കമ്പ് ഇതിൻ്റെ ഈ കിളിക്കുന്ന മുകുളമുണ്ട്, ആ മുകുളം നോക്കണം. മുകുളം ഇങ്ങനെ പിടിക്കുന്ന മുകൾ ഭാഗത്ത് വരത്തക്ക രീതിയിലാണ് ഇത് നടേണ്ടത്, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇവിടം വരെയാണ് ഈ 2 കണ്ണും ഈ 2 കണ്ണും. അപ്പോൾ ഇവിടം വരെയാണ് മണ്ണ് വേണ്ടത്. അതനുസരിച്ച് നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആക്കുവാണ്.
വളരെ നല്ല രീതിയിൽ കൈകൊണ്ട് ഇതിൻ്റെ മണ്ണ് ഉറപ്പിച്ചിരിക്കണം. എത്രയും ഉറപ്പിക്കാമോ അത്രയും നല്ലതാണ്. ശക്തമായ രീതിയിൽ വേര് കിളിച്ച് വരാൻ ഇത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരല്പം മണ്ണ് ഇതാണ്ട് ഈ ഭാഗത്ത് ഒന്ന് പിടിപ്പിക്കണം. ചെറിയ രീതിയിൽ ഒന്ന് ഈ ഭാഗത്തൊന്ന് പിടിപ്പിക്കണം. കാരണം വെള്ളം വീഴാതെ ഒക്കെയുള്ള ഒരു സംവിധാനം. തീർന്നില്ല, ഇനിയുണ്ട് കാര്യങ്ങൾ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് സൂഡോമോണസ് എന്ന് പറയുന്ന പൊടിയാണ്. ഇത് 1 സ്പൂൺ ഇത്രയും അളവ് സൂഡോമോണസിൻ്റെ പൊടി നമ്മളൊന്ന് വിതറി കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം, ഇത് ആഞ്ഞിലിയുടെ ഇലയാണ്. ആഞ്ഞിലിയുടെ ഇല ഇതുപോലെ ഒന്ന് തയ്ക്കണം. ഇപ്പം ഒരു തൊപ്പിയുടെ കൂട്ടായി. ഈ തൊപ്പി ഇതിൻ്റെ മണ്ടയ്ക്കിടണം. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കഠിനമായ വെയിൽ ആ മുറിച്ച ഭാഗത്ത് അടിക്കാതിരിക്കാനും, അതുപോലെ തന്നെ ഒരു പക്ഷേ കൊച്ചു മഴയോ വല്ലതും പെയ്യുവാണെങ്കിൽ ആ മഴവെള്ളം താപ്പോട്ടിറങ്ങി അതിൻ്റെ കറ പോകാതിരിക്കാനുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചീനിക്കമ്പ് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കറയുണ്ട്. ആ കറ വറ്റുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണിൽ നടണം. ആ കറയാണ് ഇതിൻ്റെ വേരായിട്ട് മാറുന്നത്. മറന്നു പോകരുത്. ഈ കറയാണ് വേരായിട്ട് മാറുന്നത്, പിന്നീട് അത് കിഴങ്ങായിട്ട് മാറുന്നത്. അപ്പം ഇതാണ് ആരംഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇനിയും 2 വളപ്രയോഗം നടത്തുന്നുണ്ട്. അതായത് 1 മാസം കഴിയുന്നുടനെ ഒരു വളപ്രയോഗവും, വീണ്ടും 1 മാസം കൂടെ കഴിയുന്നേ ഒരു വളപ്രയോഗം കൂടെ നമ്മൾ നടത്തണം. അങ്ങനെ നടത്തി കഴിയുമ്പോൾ ഒരു 6 മാസം ആകുമ്പോൾ നമുക്ക് ഈ ചീനി വിളഞ്ഞ് കിട്ടും. അത് പിഴുതെടുത്താൽ 2 തട്ടായിട്ട് നമുക്ക് കിഴങ്ങുകൾ കിട്ടും. നല്ല കിഴങ്ങായിരിക്കും. ഇനിയുണ്ട് കാര്യങ്ങൾ, നമ്മൾ നിർത്തരുത്. ഇത് ഓലയാണ്. ഈ ഓല നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ ഓല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്, മഴവെള്ളം ഒരു പക്ഷേ മഴയുള്ള സമയമാണ്, മഴവെള്ളം ഒരു പക്ഷേ വീണ് ഇത് തറഞ്ഞു പോകാതിരിക്കാനും കുറച്ച് മാത്രം മഴവെള്ളം വീഴാവും. ആ രീതിയിലാണ് നമ്മൾ ഈ ഓല വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓല വെച്ചതിന് ശേഷം നമ്മൾ ചെയ്താൽ ഈ ഓല അഴുകി ഭാവിയിൽ വളമാവും കിളിക്കുമ്പോഴത്തന്നെ. ഒപ്പം ഇതിൻ്റെ ചുവട് തറയാതിരിക്കാനും സാധിക്കും. ഏതാനും ഓലകളൂടെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം നല്ല മണ്ണ്, നല്ല നനവുണ്ട്, നല്ല ഈർപ്പമുണ്ട്. അപ്പം അതുപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മരച്ചീനി അല്ലെങ്കിൽ കപ്പ നടരുത്. ഒരു ദിവസമെങ്കിലും തോർച്ച കണ്ടതിന് ശേഷം മാത്രമേ കപ്പ നടാവൂ. കപ്പത്തണ്ട് നട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം മഴ പെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്യണം. എന്തായാലും മഴ പെയ്താലും പെയ്യില്ല, ഇതിലൊരു തൊപ്പിയിടേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ നോക്കിയോണം. ഇതിന് വട്ടം നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും. ഇത് മഞ്ഞളാണ്. ഈ ചീനിയുടെ വട്ടം നമ്മൾ ഈ മഞ്ഞൾ നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എലി പോലെയുള്ള സംഗതികൾ ചീനി മാന്താതിരിക്കാനും ഒരു പരിധി വരെയൊക്കെ പന്നി അടുക്കാതിരിക്കാനും ഇത് സഹായിക്കും. ഒപ്പം ഇതിൽ നിന്നും നമുക്കൊരു വിളവും ലഭ്യമാകും. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാതെ തന്നെ നമുക്കൊരു വിളവും ലഭ്യമാകും. അതുപോലെ ഒക്കുന്നെങ്കിൽ ഒരു മൂട് ഇഞ്ചിയും കൂടെ നട്ടു കൊടുക്കാൻ നല്ലതാണ്.
ഇഞ്ചിയോ കച്ചോലമോ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പല കീടങ്ങളും ഇതിനകത്ത് ആക്രമിക്കത്തില്ല. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഇതൊന്ന് പരിശോധിച്ച് നോക്കണം. തീർച്ചയായിട്ടും ഒരു മൂട് കപ്പയിൽ നിന്നും ഒരു 15 കിലോ കപ്പയെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.